പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ കലൂരിലെ വാടക വീട്ടിൽ പോലീസിന് പരിശോധന നടത്താനായില്ല. അഭിഭാഷകൻ എത്താത്തതിനാലാണ് പരിശോധന നടത്താത്തത്. മോൻസൺ മാവുങ്കലുമായി എത്തിയ പോലീസ് സംഘം മടങ്ങി. 20 കോടിയുടെ അമൂല്യ വസ്തുക്കൾ മോഷണം പോയെന്ന മോൻസന്റെ പരാതിയിലാണ് പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നത്. മോഷണം പോയവ ഏതെല്ലാമാണെന്ന് തിരിച്ചറിയാൻ പരാതിക്കാരന് ഹൈക്കോടതി 1 ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ മോഷണ പരാതി പോലും വ്യാജമാണ് എന്ന രീതിയിലുള്ള ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു. കാരണം ചില പോലീസിൻ്റെ പോലും ഒരു തുടക്കത്തിൽ പോലീസ് സംശയിച്ചത് ഈ വാടക വീട് ഒഴിയാൻ താല്പര്യമില്ലാത്തതിനാൽ മോൻസൺ മാവുങ്കൽ സൃഷ്ടിച്ചെടുത്ത ഒരു പരാതി വ്യാജ പരാതിയാണോ ഇതെന്നാണ്. കാരണം ഇതിനു മുൻപ് ഇവിടെ നിന്ന് സാധനങ്ങൾ മോഷണം പോയതായിട്ടുള്ള പരാതികൾ മോൻസൺ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതി ഈ പ്രതിക്ക് പരോൾ അനുവദിക്കുന്നു. എന്തൊക്കെ സാധനങ്ങൾ അവിടെ നിന്നും മോഷണം പോയെന്ന് കണ്ടെത്താൻ തിരിച്ചറിയാൻ ആണ് മോൻസന് പരോൾ അനുവദിച്ചത്. പക്ഷേ ഈ പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. എന്താണ് തടസ്സമായത്? ഈ പോലീസ് തന്നെ പറയുന്നത് ആ വീട്ടിലുള്ള വസ്തുക്കളെല്ലാം തട്ടിപ്പ് സാധനങ്ങളാണ്. പുരാവസ്തുക്കൾ എന്ന പേരിൽ മോൻസൺ മാവുങ്കൽ നടത്തിയ വലിയൊരു തട്ടിപ്പാണ്. ആ തട്ടിപ്പിന്റെ സാധനങ്ങളാണ് ആ വീട്ടിലുള്ളത്. അതിനൊക്കെ എങ്ങനെയാണ് ഇത്രയും കോടി വില മതിക്കുക എന്നൊരു ചോദ്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും തന്നെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെൻട്രൽ പോലീസ് ആദ്യം കേസെടുത്ത് ഇതിലൊരു അന്വേഷണം നടത്താത്തത്. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ ആ വീട്ടിലൊരു മോഷണം നടന്നതായും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ CCTV ഒക്കെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ വീട് ഉടമസ്ഥന് തന്നെ തിരികെ നൽകണമെന്ന ഉത്തരവ്, അതായത് മോൻസൺ മാവുങ്കൽ വാടകയ്ക്കാണ് ആ വീട് എടുത്ത് അവിടെയായിരുന്നു ഈ പുരാവസ്തു തട്ടിപ്പ് നടത്തിയിരുന്നത്. ആ വീട് തന്നെ ഉടമസ്ഥന് തിരികെ നൽകണം എന്നൊരു ഉത്തരവ് കൂടിയുണ്ട്. ഉടമസ്ഥൻ അവിടെ വരികയും അയാളുടെ സാധനങ്ങൾ കൊണ്ടുപോവുകയും അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ മോൻസൺ മാവുങ്കൽ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളിൽ അമൂല്യമായിട്ടുള്ള വിലമതിപ്പുള്ള കാര്യങ്ങളുണ്ട്. അതിൽ 20 കോടിയുടെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് മോൻസൺ മാവുങ്കലിന്റെ വാദം. എന്തായാലും ഹൈക്കോടതിയിലടക്കം വീണ്ടും പരാതിയുമായി എത്തിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത് അന്വേഷിക്കാൻ ഉത്തരവിടുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ മോൻസൺ മാവുങ്കലിന് ഇന്ന് 1 ദിവസത്തെ പരോൾ അനുവദിക്കുകയും ചെയ്തത്. എന്തായാലും മോൻസൺ മാവുങ്കൽ പോലീസ് സംഘവുമായി അവിടെ എത്തിയിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ നിന്നുള്ള അഭിഭാഷകൻ എത്താൻ വൈകിയതിനാൽ ഇന്നിപ്പോൾ പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. വൈകിട്ട് 5 മണിക്ക് തന്നെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മോൻസൺ മാവുങ്കലിനെ തിരിച്ചെത്തിക്കേണ്ടതുള്ളതിനാൽ 2:45 ട്രെയിനിൽ തന്നെ പോലീസ് സംഘം മോൻസൺ മാവുങ്കലുമായി മടങ്ങുകയായിരുന്നു. 1 ദിവസത്തെ പരോൾ മാത്രമായിരുന്നു മോൻസൺ ഉണ്ടായിരുന്നത്. എന്തായാലും വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു മറ്റൊരു ദിവസത്തേക്ക് പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് അവിടെ ഒരു മോഷണ ശ്രമം നടന്നതായും കരുതുന്നില്ല. അത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടോ എന്നും സംശയമുണ്ടെന്നാണ് പോലീസിന്റെ ആവർത്തിച്ചിട്ടുള്ള വാദം. പക്ഷെ മോൻസൺ പറയുന്നത് അവിടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം പരോളിന് എത്തിയപ്പോഴാണ് മോൻസൺ മാവുങ്കൽ തിരിച്ചറിഞ്ഞത് അവിടെ നിന്നും 20 കോടിയുടെ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. എന്തായാലും അതിൽ പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ കോടതി പരോൾ അനുവദിച്ചത് വ്യാജ പരാതിയാണോ? പോലീസ് അങ്ങനെ സംശയം തുടക്കത്തിൽ ഉണ്ടായിരുന്നല്ലോ നവമി. കാരണം ഈ പുരാവസ്തുക്കളെന്ന് മോൻസൺ പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് മോൻസൺ അവിടെ കൊണ്ടുവന്ന് വെച്ചതെല്ലാം വ്യാജ വസ്തുക്കളാണെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിലും തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിലും മോൻസന്റെ ഈ പരാതിയിലും പോലീസ് ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹത കാണുന്നുണ്ടോ, സംശയിക്കുന്നുണ്ടോ പോലീസ്? പോലീസിന് എന്തായാലും ആദ്യം അറിയേണ്ടത് അവിടെ നിന്ന് എന്തൊക്കെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്നാണ്. കാരണം ഈ പുരാവസ്തു തട്ടിപ്പിൽ തന്നെ നേരത്തെ തന്നെ, അതായത് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘം അവിടെ എത്തി അവിടെയുള്ള സാധനങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയതാണ്. അതിലേത് വസ്തുവാണ് നഷ്ടപ്പെട്ടതെന്നാണ് പോലീസിന് അറിയേണ്ടത്. അതെന്തായാലും മോൻസൺ മാവുങ്കലിന് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ അഭിഭാഷകൻ എത്താത്തത് കൊണ്ടാണ് വീട് തുറന്ന് പരിശോധന നടത്താത്തത്. മോൻസൺ മാവുങ്കൽ പറയുന്നത് പ്രകാരം വിലപിടിപ്പുള്ള സാധനങ്ങളാണ് നഷ്ടപ്പെട്ടതെന്നാണ്. പോലീസിന് അത്തരത്തിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ആ വീട്ടിൽ നിന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല, നേരത്തെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മോൻസൺ മാവുങ്കലിന്റെ വാദം കള്ളമാണോ അല്ലെങ്കിൽ ഇത് തെറ്റായ പരാതിയാണോ എന്നൊരു കാര്യം പോലും പോലീസ് ഉന്നയിക്കുന്നത്. ആ വീട്ടിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ, ആ വാടക വീടാണ്, ആ വീട് ഒഴിയാൻ ഉടമസ്ഥന് കോടതിയുടെ അനുമതി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് മോൻസൺ മാവുങ്കലിന്
ആ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു മാറ്റണമെന്ന നിർദ്ദേശം കോടതി നൽകുകയും ചെയ്തു. ഉടമസ്ഥന് തന്നെ തിരികെ നൽകണമെന്ന നിർദ്ദേശവുമുണ്ട്. ആ വീട് ഒഴിയാതിരിക്കാനുള്ള കള്ളമാണോ മോൻസൺ മാവുങ്കൽ ചെയ്യുന്നതെന്നാണ് പോലീസിന്റെ സംശയം. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.